താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ. നമ്മൾ തികച്ചും അപരിചിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാൽ, അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാത്തവരുടെ മധ്യത്തിൽ എത്തിച്ചേർന്നാൽ നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മെക്കുറിച്ച് നമ്മളല്ലാത്ത നിലയിൽ അവർ യാതൊന്നും ചിന്തിച്ചെടുക്കണ്ട, അല്ലേ? ഇതുപോലെ തന്നെ ദൈവവും തന്നെക്കുറിച്ച് വ്യക്തമായി അറിയാത്തവരുടെ മധ്യത്തിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ദൈവം എന്താണ് നമ്മോട് പറയുന്നത്? സ്വാഭാവികമായിട്ട് നമുക്കിവിടെ ഒരു സംശയമുണ്ടാകും. ഞങ്ങൾ ഒത്തിരി അറിയുന്നതാണല്ലോ, ഞങ്ങൾ ബൈബിൾ വായിക്കുന്നതാണല്ലോ, ഇനി ഞങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാകാത്തത് വായിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് പലരും പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ ദൈവദാസന്, ഇനി പ്രത്യേകിച്ച് ഇതിനു വേണ്ടി സമയം ചിലവഴിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ച് നിങ്ങൾ വീഡിയോ ക്വിറ്റാക്കുവാൻ വേണ്ടി കൈനീട്ടാൻ വരട്ടെ. അപ്പോൾ ദൈവം ആരാണോ, താൻ നമുക്കെന്താണോ അത് താൻ തന്നെ, ദൈവം തന്നെ പറയുമ്പോഴുള്ള പ്രത്യേകത. ഞങ്ങൾ ചെറുതിലെ ക്രിക്കറ്റ് കളിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ വീടിനടുത്തുള്ള ഗ്രൗണ്ടിൽ നിൽക്കുക. അപ്പോൾ അവിടെ ഒരു പട്ടി, ഒരു തെരുവ് പട്ടി, കഴുത്തിലൊരു കലത്തിൻ്റെ പകുതിയുമായി വരിക. ഈ പട്ടി ആഹാരത്തിന് വേണ്ടി ഏതോ വീട്ടിൻ്റെ വടക്കുവശത്തിരുന്ന കലത്തിനകത്ത് കൊണ്ടുപോയി തലയിട്ടു, അകത്തോട്ടിട്ടു, തിരികെ എടുക്കുവാൻ കഴിഞ്ഞില്ല, കുടുങ്ങിപ്പോയി. കുറച്ചു ദൂരം ആ കലവുമായിട്ട് ഓടി അവിടെയും ഇവിടെയൊക്കെ തട്ടി കലത്തിനെ പൊട്ടിച്ചു. പക്ഷേ ഒരു പോർഷൻ അതിൻ്റെ കഴുത്തിലുണ്ട്, അത് പൊട്ടി മാറുന്നില്ല. അപ്പോൾ ഈ പട്ടി ഇങ്ങനെ കാറിക്കൂളി നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾക്കിത് കണ്ടിട്ട് സങ്കടം തോന്നി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ പട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്, പട്ടിയെ രക്ഷപ്പെടുത്തുക എന്ന മിഷനുമായിട്ട്. അടുത്ത് ചെല്ലുന്നു, പട്ടി ചാടി വരുന്നു. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം പട്ടിയെ ഈ കുടുക്കിൽ നിന്ന് പുറത്തെടുക്കണം, രക്ഷിക്കണം. പട്ടിയുടെ ചിന്ത എന്താ? ഞാൻ പെട്ടു നിൽക്കുക, എൻ്റെ തല കലത്തിനകത്തായി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഇനി ഇവന്മാരുടെ കയ്യിലെങ്ങാനും പോയി പെട്ടാൽ ഇവരിനി അടുത്തന്നെ എന്ത് ചെയ്യുവാൻ പോകുന്നു? ആ ഭയത്തിൽ നിന്ന് പട്ടി ഞങ്ങളെ ആക്രമിച്ചകറ്റുവാൻ ശ്രമിക്കുന്നു. ഇതൊരു 4-5 തവണ ആവർത്തിച്ചപ്പോൾ പട്ടിയുടെ വഴിക്ക് പോയി, കഴുത്തിൽ ആ വട്ടവുമായിട്ടും. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടാകാറുണ്ട്. അതിൻ്റെ ഫലം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇന്ന് നിങ്ങൾ കണ്ണുനീരോടെ, നിരാശയോടെ, വേദനയോടെ, ഭാരത്തോടെ ആയിരിക്കുന്ന ഇതേ തകർച്ചയുടെ അവസ്ഥയിൽ തന്നെ തുടരുവാനിടയാകും. അപ്പോൾ അതിൽ നിന്ന് ദൈവത്തിന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഈ അറിവ് നിങ്ങളെ പ്രാപ്തരാക്കും. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവവചനത്തിനൊപ്പമായിരുന്നാട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിന് വേണ്ടി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ, അതിന്റെ മധ്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളുടെ ആദികാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ദൈവം പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് എന്താ? ലോകം നമുക്ക് പഠിപ്പിച്ചു തന്ന അറിവ്. ആ പട്ടി ഞങ്ങളെ പേടിച്ചതുപോലെ ദൈവത്തെ പേടിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണി അടിക്കുവാൻ ഇറങ്ങി വരുന്നവനാണ് ദൈവം. നാം ഇന്നായിരിക്കുന്ന ഈ തകർച്ചയുടെ, ഈ കഷ്ടതയുടെ, വേദനയുടെ മധ്യത്തിൽ അതിന് കാരണം അന്വേഷിച്ച് പുറത്തു പോകണോ? വേണ്ട. കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലതാകട്ടെ തീയതാകട്ടെ സംഭവിക്കുന്നുവെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയാണ്. ആ കാരണം ചൂണ്ടിക്കാട്ടി വീണ് കിടക്കുന്ന നമ്മെ ചവിട്ടി മെതിച്ച് ഒടുക്കി കളയുന്നവനല്ല ദൈവം. നമ്മുടെ നിലവിലത്തെ അവസ്ഥയെ മാറ്റുന്നവനാണ് ദൈവം. അതേ പെട്ടിക്കകത്തായി പോകാതെ പെട്ടിക്ക് പുറത്തു കൊണ്ടുവരുന്നവനാണ് ദൈവം. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ, കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളുടെ ആദികാലത്തുണ്ടായിരുന്നതിനേക്കാൾ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നലകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ചെയ്ത് നിങ്ങളുടെ നാളെയെ ഞാൻ നന്നാക്കും. നിങ്ങളെ ഞാൻ ഒതുക്കി കളയുമെന്നല്ല, നിങ്ങളെ ഞാൻ അവസാനിപ്പിച്ച് കളയുമെന്നല്ല, തീയിലിട്ട് ഫ്രൈ ആയി കോരി എടുത്ത് നാട്ടുകാരെ കാണിക്കുമെന്നല്ല. ഇന്നലത്തേക്കാൾ അതേ ഒരു നല്ല കാലം, സന്തോഷത്തോടെ അയവിറക്കുന്ന ആ ഒരു നല്ല കാലം, ആ ജോലി സ്ഥലത്ത് എല്ലാ മാസവും ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന കാലം, നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്ന കാലം, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒപ്പമുള്ളവർ, വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നത് അവർക്ക് കൊടുക്കുവാൻ പറ്റിക്കൊണ്ടിരുന്ന ആ നല്ല കാലം,
അതില്ലാതെയായി തീർന്നിരിക്കുന്നു. ഇന്ന് ജോലിയില്ല, ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ശമ്പളം കിട്ടുന്നില്ല, കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ കിട്ടുന്നത് കൊണ്ട് യാതൊന്നിനും തികയുന്നില്ല. വല്ലാത്ത അവസ്ഥയിൽ ഇന്നലകളിലെ ആ നല്ല കാലത്തെക്കുറിച്ച് ഓർത്ത് കുളിരുകോരി ആയിരിക്കുന്ന അനുഭവം. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച കടന്നു വന്നുവല്ലോ. ഇന്നലകളിൽ എന്ത് സന്തോഷമായിട്ടായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും ജീവിച്ചത്. എൻ്റെ ഭർത്താവിന് എന്നെ എന്ത് സ്നേഹമായിരുന്നു. ദേവദാസനെ, നിങ്ങൾക്കറിയുമോ, എന്നെ വിട്ടുകൊടുക്കത്തില്ല എൻ്റെ ഭർത്താവ്. ആരെന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും എന്നെക്കുറിച്ച് വാതോരാതെ നല്ലത് മാത്രം പറയുന്ന ഭർത്താവ് ഇന്ന് വാ തുറന്നാൽ എന്നെക്കുറിച്ച് മോശം മാത്രമേ പറയത്തുള്ളൂ. ആ നല്ല കാലത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ബലഹീനതകളെ അറിഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളെ ബലപ്പെടുത്തി നിങ്ങൾക്കൊപ്പമായിരുന്ന ഓ നല്ല കാലം ചിന്തിക്കുമ്പോൾ ഉള്ളിൽ കുളിരുകോരുക. ഓ എത്ര നല്ല കാലം, എന്നാൽ അതിലും വലിയ വേദന ഇന്ന് അவ்விധത്തിൽ അവളില്ല. കുത്തി വേദനിപ്പിക്കുന്നവളായി, കുറവുകളെ കുത്തി കാണിച്ച് വേദനിപ്പിക്കുന്നവളായി എൻ്റെ ഭാര്യ മാറിയിരിക്കുന്നു. മക്കൾ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു, ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ആ ഉള്ളത് പങ്കുവെച്ച് ജീവിക്കുവാൻ കഴിയുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ മക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ഭവനത്തിനകത്തുള്ള ഐക്യത നഷ്ടപ്പെട്ടു പോയി, അതേ നന്മകൾ നഷ്ടപ്പെട്ടു പോയി, നീക്കിയിരിപ്പുകൾ നഷ്ടപ്പെട്ടു പോയി, ബിസിനസ് നഷ്ടത്തിലായി, ആരോഗ്യം പോയി. കഴിഞ്ഞ നാളുകളിൽ ചുറുചുറുക്കുണ്ടായിരുന്ന, എന്തും ചെയ്യുവാൻ കഴിവുണ്ടായിരുന്ന എൻ്റെ ആരോഗ്യം, എൻ്റെ ശരീരം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ചേട്ടനടുത്തേക്ക് എന്നെ ചേർത്ത് നിർത്തിയിരുന്ന, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ പ്രിയപ്പെട്ടവനാക്കിയിരുന്ന ആ സൗന്ദര്യം, തൊലിയുടെ മിനുക്കമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതെ, അങ്ങനെ നഷ്ടപ്പെട്ടായിരിക്കുന്ന നിങ്ങളോട് തന്നെ എൻ്റെ കർത്താവിന് പറയുവാനുണ്ട്, ആദ്യകാലത്തേക്കാൾ നിങ്ങൾ നല്ലതെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ആ സീസണേക്കാൾ, ആ കാലത്തേക്കാൾ നന്മ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഞാൻ അതാണ്, ഞാൻ ആദ്യകാലത്തേക്കാൾ നിങ്ങളുടെ ഈ കാലത്തിൽ നന്മ ചെയ്യുന്നവനാണ്. ഇന്നലെയേക്കാൾ നിങ്ങളുടെ ഇന്നിനെ മാനിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. നിങ്ങൾ വീണുപോയ ഇന്നലകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ മുഖാന്തരം നിങ്ങൾ വീണുപോയി. ലോകം അത് പറയുന്നു, ശരിയാണ്. അതേ ദൈവം പറയും, ഞാനത് പറയത്തില്ല. അതേ, ആ വീഴ്ചയിൽ നിന്ന് ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കും. തിന്മ അനുഭവിച്ചായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നന്മ ചെയ്യും. ആരോ പരിഹാസത്തോടെ പറയുന്നുണ്ട്, ദൈവദാസനെ, ഇതൊക്കെ നല്ലതുണ്ടായിരുന്ന, നല്ലതെന്തിനെങ്കിലും കുറിച്ച് പറയുവാനൊരു കാലമുണ്ടായിരുന്നവർക്കല്ലേ, എനിക്കതുപോലുമില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ നന്മയുടെ, നല്ലതിൻ്റെ ഒരു സമയം എപ്പോഴെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. സഹോദരി, നിന്നെക്കുറിച്ചാ, നീ സന്തോഷം അനുഭവിച്ച സമയം നിനക്കറിയത്തില്ല, ഓർത്തെടുക്കുവാൻ അങ്ങനെ ഒന്നില്ല. സഹോദര, സ്വസ്ഥമായി സമാധാനമായി നീ ആയിരുന്ന സമയമില്ല. മാതാവേ, പിതാവേ, കരയാതിരുന്ന ഒരു കാലം ഇല്ല. ഇല്ല ദൈവദാസനെ, അങ്ങനെ ഒരു കാലമില്ല, അങ്ങനെ ഒരു നല്ല സമയമില്ല. എൻ്റെ കഴിവുകൾക്കൊത്തവണ്ണം, എൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം എനിക്ക് ഉയരുവാൻ കഴിഞ്ഞ ഒരു കാലമില്ല. ഇന്നലകളിൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. കണ്ണുനീർ മാത്രമേ എനിക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അതേ കണ്ണുനീരിൽ, അതേ നിരാശയിൽ, അതേ വേദനയിൽ ഞാനായിരിക്കുന്നു. അതേ, ഇന്നലകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നിനക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ കണ്ട സ്വപ്നം, കർത്താവ് നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ വാഗ്ദത്ത കാലം, യെസ്, യേശുവിൻ നാമത്തിൽ ആ സ്വപ്നത്തെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് തരുവാൻ പോകുക. ആ സ്വപ്നം കണ്ട കാലത്തെ അല്ല, ആ സ്വപ്നം കണ്ട കാലത്തേക്കാൾ അധികം നന്മ നിങ്ങളായിരിക്കുന്ന ഈ കാലത്ത് എൻ്റെ ദൈവം ചെയ്യുവാൻ പോകുക. ആ ജോലി സ്ഥലത്ത് സഹോദര, എൻ്റെ കർത്താവ് അധികം നന്മ ചെയ്യുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. അധികം നന്മ, ഇന്നലകളെക്കാൾ അധികം നന്മ യേശുവിൻ നാമത്തിൽ. ആ തൊഴിൽ മുഖാന്തരം അധികം നന്മ, ആ ബിസിനസ് മുഖാന്തരം അധികം നന്മ. ഓ താങ്ക് യു ലോർഡ്. അതിന് തക്കവണ്ണം കോൺട്രാക്റ്റുകൾ ഉണ്ടാകുക, സൈൻ ചെയ്യപ്പെടുക യേശുവിൻ നാമത്തിൽ. ആരോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുക, ചില പുതിയ കോൺട്രാക്റ്റുകൾ. സ്തോത്രം. എങ്ങനെ ഇനി പറ്റും? അപ്പോൾ അതിന് കഴിയാത്ത വിധത്തിൽ സാഹചര്യങ്ങളായിത്തീർന്നിരിക്കുന്നു. അന്നുണ്ടായിരുന്ന ജോലിക്കാരില്ല, അന്നുണ്ടായിരുന്ന സാഹചര്യം മുഴുവൻ മാറി. ഇന്ന് പോസിബിൾ അല്ലല്ലോ ദൈവദാസനെ. ആണ്, നിങ്ങൾക്കല്ല, പക്ഷെ ദൈവത്തിനാണ്. ആ ദൈവം പറയുക, നിന്റെ ആദ്യകാലത്തേക്കാൾ നന്മ കൊണ്ട് നിന്നെ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. ഒപ്പിടാൻ റെഡി ആയിക്കോ, എന്നിട്ട് സാക്ഷ്യം വിളിച്ചോ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി
ആമേൻ. നന്മ കൊണ്ട് സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ ആ നന്മ ഉണ്ടാകുവാൻ പോവുക. സ്തോത്രം. അധികം നന്മ, അധികം സന്തോഷം, അധികം സമാധാനം, അധികം സ്നേഹം. താങ്കിലോട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അധികം സ്നേഹം, അധികം സ്നേഹം, അധികം സ്നേഹം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ ഭർത്താവ് നിന്നെ അധികമായി നീ സ്വപ്നം കണ്ടത്തിൽ അധികമായി നിന്നെ സ്നേഹിക്കുവാൻ പോവുക. താങ്ക് യു ലോർഡ്. നിന്റെ ഭാര്യ അധികമായി നിന്നെ സ്നേഹിക്കുവാൻ പോകുക. അധികമായി നിന്നെ സ്നേഹിക്കുവാൻ പോകുക. അധികം നന്മ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. താങ്ക് യു ലോർഡ്. മാതാവേ, പിതാവേ, അധികം സന്തോഷം നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക. അവരുടെ ജീവിതത്തിൽ അതിന് തക്കവണ്ണം അധികം നന്മ ഉണ്ടാകുക. താങ്ക് ലോർഡ്. ആമേൻ. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകലിൽ ആ അധികം പ്രാപിച്ച മക്കളെ എൻ്റെ മുമ്പിലിരിക്കുന്ന ചില അമ്മയപ്പന്മാർ കാണുവാൻ പോവുക. അതൊരു പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് ആയിരിക്കാം, തൊഴിലിടത്തിൽ അവരുടെ ഉയർച്ചയായിരിക്കാം. അധികം യേശുവിൻ നാമത്തിൽ അർത്ഥം ചില കുറവുകളുള്ളവരായിട്ട് നിങ്ങൾ അവരെ കണ്ടു. ചിലതിന് കുറവുള്ളവരായിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾക്ക് കുറവുള്ളവരായിട്ട് നിങ്ങൾ അവരെ കണ്ടു. ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ നിങ്ങളോട് പറയുന്നു. ചിലത് അധികമുള്ളവരായി, കുറവുള്ളവരായി നിങ്ങൾ കണ്ട നിങ്ങളുടെ തലമുറകളെ അധികമുള്ളവരായി നിങ്ങൾ കാണുവാൻ പോകുന്നു യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ആ കടം മാറുവാൻ തക്കവണ്ണം അധികം നന്മ എൻ്റെ കർത്താവ് ചെയ്യുക യേശുവിൻ നാമത്തിൽ. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സ്വപ്നം കാണുന്നത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം അധികം നന്മ. ആമേൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. പലരും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ അറിഞ്ഞു വെച്ച ശവക്കുഴിയിൽ അവസാനത്തെ ആണിയടിക്കുന്ന ദൈവം അതിങ്ങനെ കയറി വരും. അയ്യോ, ദഹിപ്പിക്കുന്നു, കത്തിക്കുന്നു, കൊന്നു കുല വിളിക്കുന്നു. ഞങ്ങളുടെ അവിടെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ഉത്സവകാലം മുഴുവൻ ഞങ്ങൾ അവിടെയാണ്. അപ്പോൾ അവിടെ ഈ പർണേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്നെ കേൾക്കുന്ന പലർക്കും അറിയാമായിരിക്കും. അത് കഴിഞ്ഞ് ദാരിക നിഗ്രഹം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഒരു ചടങ്ങ്. അതായത് ഭദ്രകാളി ദാരികനെ കൊന്ന് ഒരു കയ്യിൽ തലയും ഒരു കയ്യിൽ വാളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു സംഭവം. പലരുടെയും ഉള്ളിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിന്തയാണ്. നമ്മളെ ചവിട്ടി കൂട്ടി വലിച്ചു കീറി ചുട്ടെടുത്ത് ഫ്രൈ ആക്കി ഓടി നടക്കുന്ന ഒരു ദൈവം. അപ്പോൾ അങ്ങനെയാണോ? നോക്കിയേ, ഇതേ ദൈവം തന്നെ മറ്റൊരിക്കൽ തന്നെക്കുറിച്ച് വ്യക്തമായി അറിവില്ലാത്ത എന്നാൽ അറിവുള്ള, അപ്പോൾ ഈ ജനത്തിനെ സംബന്ധിച്ച് ദൈവത്തെ അറിയാം, പിതാക്കന്മാരുടെ ദൈവത്തെ അവർക്കറിയാം. മോശ ഉൾപ്പെടുന്ന 30 ലക്ഷം പേർ വരുന്ന ജനം, അവർ വിടുതലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്കറിയാം അവരുടെ പിതാക്കന്മാർക്കൊരു ദൈവമുണ്ട്. അബ്രഹാമിൻ്റെയും ഈസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഉണ്ട്. പക്ഷേ ആ ദൈവത്തെക്കുറിച്ച് അവർക്ക് എന്തറിയാമെന്നതിനേക്കാളുപരി ദൈവം അവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയുകയാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ യഹോവയായി നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ യഹോവയായി നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ വിടുവിക്കുന്നവനായി, മിസ്രയീമിൻ്റെ അടിമക്കളത്തിലായിരിക്കുന്ന നിങ്ങളെ വിടുവിക്കുന്നവനായി. അപ്പോൾ ഇതാണ് ഒരു മാറ്റം. അപ്പോൾ ആ പട്ടിയുടെ അടുത്ത് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിച്ചത് ഇതാണ്: പട്ടി, നിൻ്റെ കഴുത്തിലിരിക്കുന്ന കലത്തിൽ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കതിന് കഴിയും, നിനക്കതിന് പറ്റത്തില്ല. നീ പെട്ടുപോയി, നീ കുടുങ്ങിക്കിടക്കുകയാണ്, നിനക്ക് പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് പറ്റും. എന്നാൽ പട്ടി സമ്മതിക്കത്തില്ല. ഭൗ ഭൗ എന്ന് പറഞ്ഞ് ഞങ്ങളെ കടിക്കുവാനായി വന്നു. ഇതുപോലെ പെട്ടുകിടക്കുന്ന, കുടുക്കിൽ കിടക്കുന്ന ജനത്തോട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ വിടുവിക്കുന്നവനാണ്, അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുന്നവനല്ല, അവസാനത്തെ ആണി അടിക്കുന്നവനല്ല. നിന്റെ തകർച്ച കണ്ട് നിന്നെ പരിഹസിച്ച് ഒറ്റപ്പെടുത്തി കുറ്റം വിധിച്ച് മാറി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അധികം പറഞ്ഞ് മാറി നിന്ന് പരിഹസിക്കുന്നവനല്ല എൻ്റെ ദൈവം. അങ്ങനെ ഒരു ദൈവവുമായി ആരെങ്കിലും നിന്റെ അടുക്കലെത്തിയാൽ അവനോട് പറയുക, ഈ ദൈവം അല്ല വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന എൻ്റെ ദൈവം. അവൻ പെട്ടുകിടക്കുന്ന എന്നെ ചവിട്ടി കൂട്ടുന്നവനല്ല, പെട്ടുകിടക്കുന്ന സ്ഥാനത്ത് നിന്ന് പുറത്തെടുക്കുന്നവനാണ്. അവൻ മിസ്രയീമിൻ്റെ അടിമക്കൂടിനെ പൊട്ടിച്ച് തൻ്റെ ജനത്തെ പുറത്തെടുത്തു. പരിചയപ്പെടുത്തുകയാണ്, ഞാൻ നിങ്ങളെ വിടുവിക്കുന്നവനാണ്. അതേ പ്രിയരെ, നിങ്ങളെ വിടുവിക്കുന്നവനാണ് ദൈവം. ഈ പകലിലും എൻ്റെ ദൈവം നിങ്ങളുടെ അറിവുകൾക്കപ്പുറമായി തന്നെ പരിചയപ്പെടുത്തുകയാണ്. അവൻ നിങ്ങളെ വിടുവിക്കും. ക്ഷമയോടെ ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാണോ? പേടി വേണ്ട, ഭയം വേണ്ട.
ടെൻഷൻ വേണ്ട, നിരാശ വേണ്ട. ദൈവം വന്നിട്ടുണ്ട്, അവൻ വിടിവിക്കുന്നവനാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുക. മിസ്രൈമിലേക്ക് ദൈവം എൻ്റർ ചെയ്തതുപോലെ. ഓ സ്തോത്രം. അതുവരെ ഹീറോ ഫറവോൻ്റെ കയ്യിലാ, വില്ലൻ്റെ കയ്യിലാ അധികാരം മുഴുവനും. പക്ഷെ ഹീറോ എൻ്റർ ചെയ്യുക എവിടെ? മിസ്രൈമിലേക്ക്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുവരെ വില്ലനാണ് ജയിച്ചു കൊണ്ടിരുന്നത്. സാഹചര്യങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടങ്ങളുമാണ് ജയിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഹീറോ എൻ്റർ ചെയ്യുക. ഹീറോ എന്തിനാ എൻ്റർ ചെയ്യുന്നത്? ഹീറോ വരുന്നത് വിടുവിക്കുവാൻ വേണ്ടിയാ. ആമേൻ. നമ്മുടെ ഇന്നത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ മാസ് കാണിക്കാൻ വേണ്ടി വരിക. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചിലത് ചെയ്യുവാൻ വേണ്ടി വരിക. വില്ലനെ നിങ്ങളുടെ ജീവിതത്തിൽ തകർക്കുവാൻ വരിക. ശത്രുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ തകർക്കുവാൻ വരിക. നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി ശത്രു ചെയ്ത് കൂട്ടിയതിനെ തകർത്ത് നിങ്ങൾക്ക് അധികം നന്മ ചെയ്ത് നിങ്ങളെ വിടുവിക്കുവാൻ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റർ ചെയ്യുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, സ്വീകരിക്കുക. കർത്താവേ, അടിയൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഓ സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. പ്രിയരെ, കൊല്ലുന്നവനല്ല, കൊല്ലുന്ന പിശാചിൽ നിന്ന് പിടിച്ചെടുത്ത് ജീവൻ തരുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ വിടുവിക്കുവാനായി കടന്നു വരിക. അവൻ പരിചയപ്പെടുത്തുക, ഞാൻ വിടുവിക്കുന്നവനാണ്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും. ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, പെട്ടുകിടക്കുന്നവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓടിപ്പോകാതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകാതെ ചേർന്ന് നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ അത് നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. അറിയേണ്ടതുപോലെ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ പ്രിയരെ ചേർന്ന് നിൽക്കത്തില്ല, ഓടിപ്പോകും. പട്ടി ഓടിയതുപോലെ അതും കൊണ്ട് നടക്കേണ്ടി വരും. ഈ പ്രശ്നങ്ങളും കൊണ്ട് നടക്കേണ്ടി വരും. ഈ പ്രശ്നങ്ങൾ ചുമന്ന് നടക്കേണ്ടി വരും. അപ്പോൾ വേണ്ട, ചേർന്ന് നിൽക്കുക. കർത്താവ് കുടുക്ക് പൊളിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരും, അധികം നന്മ ചെയ്യും. അതിനായി നിങ്ങളെ ഒരുക്കുവാൻ ഞങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവ് നല്ല ദൈവം, അനുഗ്രഹീതമായ നല്ല പകൽക്കാലം പിടിക്കപ്പെട്ടവരായി ബാധിക്കപ്പെട്ടവരായി അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ, ഇവരുടെ വിടുതലിൻ്റെ ദിവസമായി മാറട്ടെ. അധികം നന്മ ഇവരുടെ ജോലി സ്ഥലത്തിൻ്റെ ദൈവം ചെയ്യണമേ കർത്താവേ. ജോലി സംബന്ധമായി വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങൾ മാറട്ടെ, തൊഴിലിടത്തിലെ വെല്ലുവിളികൾ മാറട്ടെ, ഉപജീവന സംബന്ധമായി തകർത്ത് കളയുവാൻ വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. വിളിശാപങ്ങൾ, നേർച്ച കാഴ്ചകൾ, വിടക്ക് കണ്ണുകൾ, അന്യാരാധന ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. ഓ സ്തോത്രം. നന്മ അധികമായി ഉണ്ടാകട്ടെ, സന്തോഷത്തിൽ ആധിക്യമുണ്ടാകട്ടെ, കുടുംബജീവിതത്തിനകത്ത് സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ, കലഹങ്ങൾ മാറട്ടെ, കലഹ കാരണമായ മദ്യം മാറട്ടെ യേശുവിൻ നാമത്തിൽ. കുടുംബജീവിതങ്ങൾക്കകത്ത് കടന്നു വന്ന് കലക്കമുണ്ടാക്കുന്ന ചില ബന്ധുക്കൾ, ചില പ്രശ്നക്കാർ വിട്ടുമാറട്ടെ. ഓ സ്തോത്രം. കുടുംബജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം കടത്തപ്പെട്ട കൈവശ മണ്ഡലങ്ങൾ, ആഭിചാര കെട്ടുകൾ, പോരുകൾ, പോരാട്ടങ്ങൾ, വിളിശാപങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ആ കുടുക്കുകളെ പൊട്ടിച്ച് ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. നന്മകൾക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകൾ അഴിയട്ടെ. ഭവനങ്ങൾ പണിയപ്പെടട്ടെ. ഓ സ്തോത്രം. തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ, വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, അധികം നന്മ തലമുറകൾ പ്രാപിക്കട്ടെ. സ്തോത്രം. വിദേശ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ, വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ, യാത്രാ തടസ്സങ്ങൾ മാറട്ടെ, ഭവനങ്ങളുടെ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ, ചെറുതും വലുതുമായ സകല ബിസിനസ്സുകളും അനുഗ്രഹമായി തീരട്ടെ, കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ, ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ, നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ആരോഗ്യം തിരികെ വരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ നാം ഒരുമിച്ചായിരുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നാം ഒരുമിച്ചായിരിക്കുന്നത് വരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും
കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.